ജിബിൻ JB കൂടിയുണ്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജിബിൻ, അങ്ങനെ സഞ്ജുവിനെ കാണുക അതൊരു തകർപ്പൻ പ്രകടനമായിരിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ എത്തുന്ന ആരാധകർ, കാണികളൊക്കെയാണ്. കുറച്ച് പ്രതികരണങ്ങളൊക്കെ നമുക്കിപ്പോൾ നൽകാൻ കഴിയുമോ? ഓക്കെ അനുജ, ഈ കാര്യവട്ടത്തേക്ക് ഈ ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയുടെ ഒരു മത്സരം കാണുന്നതിൽ അപ്പോഴേ ഈ ആളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സഞ്ജു സാംസന്റെ ഈ ഒരു കട്ടൗട്ട് കണ്ടാൽ മനസ്സിലായി. അതായത് തലസ്ഥാന നഗരിയിലേക്ക് ഈ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിന്റെ വിളയാട്ടം കാണാനാണ്, തലയുടെ വിളയാട്ടം കാണാനാണ്. ഇപ്പോൾ സഞ്ജു ഫാൻസ് അസോസിയേഷന്റെ കുറച്ച് പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരാണ് ഈ കാണുന്ന കട്ടൗട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി ചെയ്തിട്ടുള്ളത്. ചേട്ടാ, നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ പല സ്ഥലത്തു നിന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആളുകളും നമ്മുടെ ഫാൻസ് അസോസിയേഷനിലുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ കട്ടൗട്ട് ഉണ്ടാക്കിയത്? നമ്മൾ തന്നെയാണ് ഈ കട്ടൗട്ട് ഉണ്ടാക്കിയത്. നമ്മുടെ ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇതിലെ പ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സഞ്ജുവിന്റെ ആരാധകർ തന്നെയാണ്. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. ഇന്നത്തെ സഞ്ജുവിന്റെ ഒരു കളിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ എന്താണ്? നല്ല പ്രതീക്ഷകളുള്ളത്, കാരണം ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലുള്ളത്. ഇതിൽ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, വർക്കലയാണ്. അപ്പോൾ സഞ്ജു തിരുവനന്തപുരംകാരൻ കൂടിയാണ്, നമ്മുടെയൊക്കെ സഞ്ജു അണ്ണനും കൂടിയാണ്. അപ്പോൾ സഞ്ജു ഇന്ന് അപ്പം ഈ ഇത്രയും മത്സരങ്ങളില്ല, 40 റണ്ണോളം മാത്രമേ സഞ്ജുവിന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് സഞ്ജു എങ്ങനെയാണ്? സഞ്ജുവിന്റെ ഒരു വിളയാട്ടം കാണാൻ പറ്റുമോ? ഉറപ്പായിട്ടും നമ്മൾ സെഞ്ചുറി കുറഞ്ഞൊന്നുമില്ല. സെഞ്ചുറി കുറഞ്ഞൊന്നുമില്ല. അനുജ തന്നെയാണ്, കാരണം ഈ ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകൾ. ചേട്ടാ, എന്താ സഞ്ജുവിൻ്റെ നല്ലൊരു പെർഫോമൻസ് ഇന്ന് തീർച്ചയായും ഉണ്ടാവും. കാരണം ഒരു കരിയറിൽ ചില മോശപ്പെട്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്, അത് മറികടക്കുന്ന പ്രകടനമായിരിക്കും സഞ്ജുവിൻ്റെ ഇന്നുണ്ടാവുക. സഞ്ജു കെ, അതാണ് സഞ്ജു കെ ജയ്. അതായത് സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കുന്നതെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഈ ആരാധകരുടെ ഒക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് റണ്ണൊഴുകുന്ന പിച്ചാണ്. അപ്പോൾ സഞ്ജുവിന്റെ ഒരു വിളയാട്ടം, കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി സഞ്ജുവിന് പ്രതീക്ഷിച്ച അത്രയും ഷൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും. എവിടെയാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ കായംകുളം. ഇന്ന് മാച്ചിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സഞ്ജുവിന്റെ വിളയാട്ടമാണോ അതോ ഇന്ത്യ തോറ്റാലും കുഴപ്പമില്ല, സഞ്ജു കളി കൊണ്ടുപോകണം പറയുന്നത്? T20 സഞ്ജുവിന്റെ ഡബിൾ സെഞ്ചുറി. അതായത് സഞ്ജു ഇന്നെങ്കിലും സഞ്ജു നല്ലൊരു കളി കാഴ്ചവെക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കും. ഞങ്ങള് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ക്ലബ് ഉണ്ട് തടവായിന്ന്, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന ഇന്ത്യൻ ടീമിനെ. ഇന്ന് സഞ്ജു കളിച്ചിരിക്കും. സഞ്ജുവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഉച്ച ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കളി കാണാൻ വരുന്നത് ഗ്രൗണ്ടിൽ. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ക്രിക്കറ്റ് ക്ലബ്ബ് ആൽത്തറമൂടിന്റെ പുതിയ തലവയിലുള്ള ഒരു ക്രിക്കറ്റ് ക്ലബ്ബാണ്. കൊല്ലം കരുനാഗപ്പള്ളി മഹേഷ് കുമാർ MLA ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് പോലും ക്രിക്കറ്റ് ആരാധകർ ഈ സഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സഞ്ജുവിന്റെ കട്ടൗട്ട് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ സഞ്ജു ഫാൻസ് അസോസിയേഷൻ ആണ്, അതിന്റെ പ്രതിനിധികളാണ്. നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയത്ത് മുമ്പ് ഇതിന്റെ ഒരു ഇനോഗ്രേഷൻ ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ച് സഞ്ജുവിന്റെ മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ ഒരു പെർഫോമൻസ് കൂടി. കാരണം 3-1 ഇന്ത്യ മേൽക്കൈയുണ്ട്. പക്ഷേ എന്തായിരുന്നാൽ പോലും ആരുടെ ഭാഗത്തു നിന്നാണ് ഇന്നൊരു നല്ല ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നത്? ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ അഭിഷേകിന്റെയും സഞ്ജുവിന്റെയും ഭാഗത്തും നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് രണ്ടുപേരും മേ ബി ഒരു 100+ അല്ലെങ്കിൽ ഒരു 50+ നമുക്ക് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് പ്രതീക്ഷിക്കാം. 50 റൺസ് എന്ന് പറയുന്നത് മേ ബി 20 ബോളിൽ നിന്നായിരിക്കാം. വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. നല്ലൊരു ഇന്ത്യൻ പ്ലേ ആണ് രണ്ടുപേരും കളിക്കുന്നത്. അത് ബോത്ത് അഭിഷേക് ആയാലും സഞ്ജു ആയാലും. അപ്പം നമുക്ക് നല്ലൊരു ഇന്നിങ്സ് രണ്ടുപേരും പ്രതീക്ഷിക്കാം. അത് പിന്നെ ബാക്കപ്പായിട്ട് സൂര്യകുമാർ ആയാലും ഹാർദിക് ആയാലും ശുഭം ദുബെ ആയാലും എല്ലാവരും ഫോമിലാണ്. നമുക്ക് നല്ലൊരു ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഒരു 200+ നമുക്ക് റൺ പ്രതീക്ഷിക്കാം. കാര്യവട്ടം പിച്ച് എന്ന് പറയുന്നത് ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്, നമുക്കത് നല്ലൊരു പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ അസോസിയേഷനെ പറ്റിയാണ്. അസോസിയേഷൻ സഞ്ജു സാംസൺ ഫാൻസ് അസോസിയേഷൻ കേരളത്തിലെ ഒരേ ഒരു രജിസ്റ്റേർഡ് അസോസിയേഷനാണ്. അതിൻ്റെ ഞങ്ങളുടെ വിയർപ്പാണ് ഞങ്ങൾ സഞ്ജു സാംസൺ നിൽക്കുന്നത്. വിയർപ്പ് കുഞ്ഞിയുടെ കുപ്പായമാണ് പുള്ളിക്കൻ ധരിച്ചേക്കുന്നത്. അപ്പം അത് ഒരിക്കലും മങ്ങുകയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. സഞ്ജു സാംസന്റെ പെർഫോമൻസ് നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കാം നമുക്ക്. അത് തന്നെയാണ് സഞ്ജു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിന്റെ പ്രതീകം തന്നെയാണ് സഞ്ജുവിന്റെ ഈ കാണുന്ന കട്ടൗട്ട്. എന്തായാലും ആരാധകരുടെ എല്ലാം പ്രതീക്ഷ എന്ന് പറയുന്നത് സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ഉണ്ടാകും. അത് മാത്രമല്ല ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള, കാരണം 3-1 എന്ന് പറയുന്ന ഒരു മേൽക്കൈ ഇന്ത്യൻ ടീമിന് ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ പെർഫോമൻസ് അത് ഒരു വേൾഡ് കപ്പിന്റെ മുന്നോടിയായി തന്നെ അത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇന്നിങ്സ് പ്രത്യേകിച്ച് എല്ലാ താരങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ അല്പസമയത്തിന് തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 50,000 ടിക്കറ്റുകൾ ചുടപ്പം വിറ്റ് പോകുന്നത് പോലെയാണ് വിറ്റുപോയത്. അതിന്
അതിന്റെ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാരണം ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകളാണ് ഇതിന്റെ ഈ മെയിൻ ഗേറ്റ് വരെ, അതായത് ഗേറ്റ് 1 വഴി, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് 1 വഴി അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. 3 മണി മുതൽ അവർക്ക് പ്രവേശിക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ ഈ കാര്യവട്ടം മുതൽ ഇങ്ങോട്ടേക്ക്, അതായത് കഴക്കൂട്ടത്ത് നിന്ന് കാര്യവട്ടത്തേക്ക് വരുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും ഇത് തന്നെയാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മുഖത്ത് പെയിന്റ് തേക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പതാക മുഖത്തും ശരീരത്തിലൊക്കെ വരച്ച് എടുക്കുന്നതിന് വേണ്ടിയും, അതുപോലെ ഇന്ത്യൻ ജേഴ്സി ഒക്കെ അണിയുന്നതിന് പല ഭാഗങ്ങളിലും വിൽപ്പനയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു വലിയ നിര തന്നെയാണ്. ഇതിനോടകം തന്നെ നേരത്തെ പറഞ്ഞ പോലെ 10,000-ലധികം ആളുകൾ ഈ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അനുജ, അതാണ് സഞ്ജു സാംസന്റെ വെടിക്കെട്ട് പ്രകടനം കാണാൻ വേണ്ടിയാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും കാണികളായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ടിക്കറ്റുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. 40,000-ലേറെ ആളുകൾ വലിയ കളിയാരവം മുഴക്കുമ്പോൾ എങ്ങനെയാകും സഞ്ജു സാംസന്റെ പ്രകടനം? അദ്ദേഹത്തിന് മനോധൈര്യം നൽകുക, അദ്ദേഹത്തിന് പിന്തുണ നൽകുക എന്നതിനാണ് ഇപ്പോൾ തങ്ങൾ പരിഗണന കൊടുക്കുന്നതെന്ന് ബാറ്റിംഗ് കോച്ചും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും സെഞ്ചുറി അടിക്കും സഞ്ജു സാംസൺ എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ നടക്കാനിരിക്കുന്ന 2020 മത്സരം. കഴിഞ്ഞ നാളുകളിലൊന്നും അദ്ദേഹത്തിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന മത്സരം എന്ന രീതിയിൽ നിർണായകമാണ് സഞ്ജു സാംസണെ സംബന്ധിച്ച് മത്സരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.